2 ചുരമൊക്കെ താണ്ടി നമ്മൾ കൊട്ടിയൂരേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കൊട്ടിയൂർ വയനാട് ജില്ലയിലാണെന്ന് വിചാരിച്ചൊരു കാലം എനിക്കുണ്ടായിരുന്നേ. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ഒരു സമയത്ത് അച്ചമ്മ സ്ഥിരമായിട്ട് ഞങ്ങളെ കൊട്ടിയൂർ കൊണ്ടുപോകുമായിരുന്നു ഉത്സവത്തിന്. വാളുപോക്കിനും കൊണ്ടുപോകുമായിരുന്നേ. അപ്പം വീട് വാളാടായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അത്ര ദൂരമൊന്നുമില്ല. 43 ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചുരത്തിൻ്റെ കാര്യമൊന്നും ഞാൻ ആലോചിച്ചുമില്ല. അപ്പം ഞാൻ വിചാരിച്ചത് നമ്മുടെ സെയിം ജില്ലയിലാണെന്നാണ്. പിന്നെ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ വന്നപ്പോഴാണ് അതല്ലാന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂരേക്ക് പോകുന്നത് കുറച്ച് രാത്രിയാണ് കേട്ടോ നമ്മളവിടെ എത്തുന്നത്. അപ്പോൾ നമുക്ക് കുറ്റ്യാടി ഹസ്ബൻഡിൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ കുറ്റ്യാടിയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ 2 ചുരമൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. നമുക്ക് നാദാപുരം വഴിയും പോവാം, പക്ഷേ കുറച്ചും കൂടെ എളുപ്പം ഇതാണ്. അപ്പോൾ വാളാട് എത്തിയപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഞങ്ങൾ കൊട്ടിയൂരേക്ക് വരുമ്പം പകുതി വഴിയിൽ നിന്ന് ഞാൻ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങൾ വരുന്നതും കാത്ത് അച്ഛൻ ആ ഒരു മഴയത്ത് തണുപ്പത്ത് ഞങ്ങളെ വെയിറ്റ് ചെയ്തെന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് കേട്ടോ. എനിക്കും പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും തൃജുവിനൊക്കെ കുറേ ചോക്ലേറ്റ്സും കുറേ പലഹാരമൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെ കാത്ത് നിൽക്കാൻ ആരുമില്ലല്ലോ എന്നുള്ളത് വല്ലാത്തൊരു വിഷമം തന്നെയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ പാൽച്ചുരം എത്തിയപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം ഇരുട്ടാവുന്നുണ്ടായിരുന്നേ. ഈ ഒരു പാൽച്ചുരം എനിക്ക് എപ്പോഴും ഒരു പേടി സ്വപ്നം കേട്ടോ. കാരണം ഒന്നാമത് അവിടെ സേഫ്റ്റിയും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും ഇത്രയും ആൾക്കാർ യാത്ര ചെയ്യുന്നൊരു സ്ഥലമായിട്ട് എന്തുകൊണ്ടാണ് അവിടെ ബാക്കി പണിയും കാര്യങ്ങളൊന്നും നടക്കാത്തത്. 2 സൈഡിലും മര്യാദയ്ക്കൊരു സേഫ്റ്റി പോലും അവിടെ ഇല്ല എന്നുള്ള കാര്യം കേട്ടോ. ഞങ്ങൾ പോയത് വർക്കിംഗ് ഡേയ്സും അതുപോലെ തന്നെ നൈറ്റും ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഒരു മണിക്കൂറൊക്കെ ക്യൂ നിന്നാലേ നമുക്ക് തൊഴാൻ പറ്റുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രദക്ഷിണം വെക്കുകയാണ് ചെയ്തത്. ക്യൂ നിന്ന് തൊഴുതില്ല കേട്ടോ. പിന്നെ കർണാടകക്കാർ കൊട്ടിയൂരിലേക്ക് വരുന്നതിനെ പറ്റി ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റും കണ്ടു. നിങ്ങളും അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ഥലത്തേക്ക് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതും വരരുതെന്ന് കേട്ടോ. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലേക്ക് വരുന്നതിനോ ക്ഷേത്രങ്ങളിൽ തൊഴുന്നതിനെ പറ്റിയോ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ആർക്കും ഒരു ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ഇങ്ങനൊരു കാര്യം സ്പ്രെഡ് ചെയ്യാൻ കാരണം. നമ്മുടെ നാട്ടിലേക്ക് ആര് വന്നാലും അത് നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. സന്തോഷത്തോടു കൂടി വരവേൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഭൂരിഭാഗവും. പക്ഷേ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതുവരെ കൊട്ടിയൂർ കാണാത്തൊരു കാര്യം കണ്ടത്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കർണാടകക്കാർ വന്നതിന് ശേഷം ഫുള്ള് അണ്ടർവെയർസൊക്കെ അവിടെ തന്നെ ഇട്ട് പോയത്. നമ്മൾ ഇത്രയും ആ ഒരു പരിശുദ്ധിയോടെ കാക്കുന്ന ഒരു സ്ഥലം അങ്ങനെ കാണുമ്പം ഏതൊരു മലയാളിക്കും ഏതൊരു നാട്ടുകാരനും ഒരു വിഷമം ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം നമ്മൾ എവിടെ പോവാ, നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിലും അവിടെയുള്ളവർ ഇങ്ങോട്ട് വരികയാണെങ്കിലും ആ ഒരു സ്ഥലത്തിനെ അതിൻ്റേതായ രീതിയിൽ തന്നെ കൊണ്ടു നടന്ന ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയുള്ള വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല. ഇനി ക്ലീൻ ആക്കിയത് കൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി.